Hello friends, how are you? Fine. എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കും വിശേഷമൊന്നുമില്ല, എനിക്കും വിശേഷമൊന്നുമില്ല. സുഖമായി തന്നെ എല്ലാം പോകുന്നു. So we have seen the first point. What is the first point? Education. Education, വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം എന്താണ് ചെയ്യുന്നത്? It's a foundation. It's a foundation, ഒരു basis, so to say. Basis. A platform. നമ്മൾ പറയുക പ്ലാറ്റ്ഫോം. ഇന്നത്തെ നമ്മുടെ കമ്പ്യൂട്ടർ ലാംഗ്വേജ് പറയില്ല പ്ലാറ്റ്ഫോം. അതുപോലെ ഒരു പ്ലാറ്റ്ഫോമാണ് എഡ്യൂക്കേഷൻ. ആൻഡ് ദ നെറ്റ് റിസൾട്ട് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് help women to help themselves. വിദ്യാഭ്യാസം ഒരു മനസ്സിൽ മാറ്റം ഉണ്ടാകും. അപ്പോൾ അവർക്ക് തന്നെ അവർക്ക് മാറ്റം വരുത്താൻ അവരെ സഹായിക്കുന്നു. അവരെ വീക്ഷണം, മൈൻഡ് സെറ്റ് ഇതൊക്കെ മാറ്റം വരുത്താൻ അവരെ സഹായിക്കും. Now the second one is labor. If learning is just the first step, labor is the second. അപ്പം ഇതാണ് ഒന്നാമത്തെ കഴിഞ്ഞു, രണ്ടാമത്തെ ലേബറാണ്. അതിനു മുമ്പ് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ഈ വാക്കുകളൊക്കെ ഒന്ന് പഠിക്കാം. ഓൾറൈറ്റ്, അതിനെ വാക്യത്തിൽ പ്രയോഗിക്കുകയും ചെയ്യാം, സെൻറ്റൻസിൽ ഉപയോഗിക്കുകയും ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ഇത് നമ്മുടെ സ്വന്തമാക്കുന്നത്. ഓൾറൈറ്റ്, ഫെസിലിറ്റേറ്റ് മീൻസ് എളുപ്പമാക്കുക. ദ ടീച്ചർ ഫെസിലിറ്റേറ്റ്സ് ലേണിംഗ്. ടീച്ചർ പഠനത്തിന് എളുപ്പമാക്കും. കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നില്ലേ, അതാണ് എളുപ്പമാണ്. ടീച്ചർ ഫെസിലിറ്റേറ്റ്സ് ലേണിംഗ്. എഴുതിയെടുത്തു എന്നാൽ എനിക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഫ്ലറിഷ് എന്നുവെച്ചാൽ സമർത്ഥമായിട്ട് വളരുക. ഫ്ലറിഷ്. My plant is flourishing. My plant, അല്ലെങ്കിൽ my rose is flourishing. നിറച്ച് പൂക്കളും ഇലകളുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു, നിറച്ച് സമൃദ്ധിയായിട്ട് വളരുന്നു. See, that is റിച്ച് ഗ്രോത്ത് എന്ന് പറയാം. റിച്ച് ഗ്രോത്ത്, നമ്മൾ നല്ല റിച്ചായിട്ട് വളരുന്നു, ഇതിനാണ് റിച്ച് ഗ്രോത്ത്. ഫ്ലറിഷ്. ഇങ്ങനെ സെൻറ്റൻസ്, യു ഷുഡ് ഫ്ലറിഷ് ഇൻ യുവർ സ്റ്റഡീസ്. യു ഷുഡ് ഫ്ലറിഷ് ഇൻ യുവർ സ്റ്റഡീസ് എന്ന് വെച്ചാൽ നമ്മൾ സമർത്ഥമായിട്ട് പഠിക്കണം, മിടുക്കന്മാരായിട്ട് പഠിക്കണം, അങ്ങനെ പറയാം. ഫ്ലറിഷ്, എ ട്രീ ഈസ് ഫ്ലറിഷിങ്, എ ബോയ് ഈസ് ഫ്ലറിഷിങ് എന്ന് മാറ്റി പറയാം. അങ്ങനെ പറയുമ്പം അതിന് ആലങ്കാരിക ഭാഷയാണ്. ഹി ഈസ് ഫ്ലറിഷിങ്, ഹിസ് ബിസിനസ് ഈസ് ഫ്ലറിഷിങ്. കേട്ടിട്ടില്ലേ പറയുന്നത്? അതിൻ്റെ ബിസിനസ് വളരെ കേമായിട്ട് വളരുന്നതാണ്. ഹിസ് ബിസിനസ് ഈസ് ഫ്ലറിഷിങ്. ടെൻഡ് ടു ഗെറ്റ് സ്റ്റക്ക്, നല്ലൊരു ഫ്രേസാണ്. നമ്മൾ 3-4 ഫ്രേസ് കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചില്ലേ എന്നൊക്കെ? ബ്രേക്ക് ദ ഷാക്കിൾസ്, ഓപ്പൺ ദ ഡോർസ് ആൻഡ് സിഗ്നിഫിക്കൻ്റ്ലി ഗ്രേറ്റ് ഓർ ഇമ്പോർട്ടൻസ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു. അതുപോലത്തെ ഒരെണ്ണമാണിത്. ഗെറ്റ്, ടെൻഡ് ടു ഗെറ്റ് സ്റ്റക്ക്. ടെൻഡ് എന്ന് പറയുന്ന ഒരു ചായ ഉണ്ടാകുന്നത്. ടെൻഡ്, ചായ. സം പീപ്പിൾ ടെൻഡ് ടു ബി കൈൻഡ്. ചില മനുഷ്യരുണ്ട്, അവർക്ക് അവരെ സോഫ്റ്റ് ആയിട്ട് ദയ കാണിക്കാനുള്ളൊരു ചായ ഉണ്ട്. സം പീപ്പിൾ ടെൻഡ് ടു ബി കൈൻഡ്, ദയ കാണിക്കും. ലൈക്ക് ഗുഡ് സമാരിറ്റൻ, നല്ല സമറായക്കാരൻ്റെ കഥ വരില്ല, അതുപോലെ. ടെൻഡ് ടു ഗെറ്റ് സ്റ്റക്ക് എന്ന് പറഞ്ഞാൽ പെട്ടുപോകാനാണ്. പെട്ടുപോകാനുള്ളൊരു ചായ. ഈ ലെസൻ്റെ കോണ്ടക്സ്റ്റ് എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് ജോലി കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് ആദ്യത്തെ ജോലിയിൽ പിടിച്ച് നിൽക്കാനുള്ള അല്ലെങ്കിൽ അത് തുടരാനുള്ള ഒരു ചായ്വ് അവർക്കുണ്ട്, ഒരു മനസ്സ്. പുതിയ ജോലിയിലേക്ക് പോകാനുള്ള ഒരു ആഗ്രഹമില്ല. അതാണ് ആ കോണ്ടക്സ്റ്റിലേത് പറയുന്നത്. വിമൻ ടെൻഡ് ടു ഗെറ്റ് സ്റ്റക്ക് ഇൻ ലോ പേയിങ്, ലോ സെക്യൂരിറ്റി, താഴ്ന്ന ലോ പേയിങ്, ലോ സ്റ്റാറ്റസ് ജോബ്സ്. That's what Christian Lagarde says. Women tend to get stuck. നമ്മളെ സ്റ്റക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചിലപ്പം ചെളിക്കകത്തൊരു കാറിൻ്റെ വീല് കിടക്കും. അപ്പം നമ്മൾ സ്റ്റക്ക് എന്ന് പറയുന്നത് അങ്ങനെ സ്റ്റക്കായി പോകുന്നില്ല.
ഇത് സ്റ്റക്കായിപ്പോയി എന്ന് വെച്ചാൽ നിന്ന് പോയെന്നില്ല. എൻജിൻ സ്റ്റക്കായിപ്പോയി. മലയാളത്തിൽ നമ്മൾ പറയരുത് എൻജിൻ സ്റ്റക്കായിപ്പോയി എന്ന് വെച്ചാൽ അത് നിന്ന് പോയെന്നുള്ളതാണ്. അപ്പം ലോ പേയിങ്, ലോ സെക്യൂരിറ്റി, ലോ സ്റ്റാറ്റസ് ജോലികളിൽ നിന്ന് പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടെന്ന്. വിമൻ ഹാവ് എ ടെൻഡൻസി. ദെൻ എലിമിനേറ്റ്, ഇല്ലാതാക്കുക. എലിമിനേറ്റർ എന്ന് പറഞ്ഞ സാധനമില്ല. എലിമിനേറ്റ് ഇല്ലാതാക്കുക. വി ഷുഡ് എലിമിനേറ്റ് സ്ലേവറി. അടിമത്തം ഇല്ലാതാക്കണം. വി ഷുഡ് എലിമിനേറ്റ് സ്ലേവറി. ജെൻഡർ ഗ്യാപ്പ് എന്നുവെച്ചാൽ ലിംഗവിവേചനം, സ്ത്രീപുരുഷ വിവേചനം ആണ്. സോ വി ഷുഡ് എൻഡ് ജെൻഡർ ഗ്യാപ്പ് ഇൻ അവർ സൊസൈറ്റി. സ്ത്രീപുരുഷ വിവേചനം എവിടെയാണ്? പ്രത്യേകിച്ച് വർക്ക് പ്ലേസിലാണ്. ഇപ്പോൾ ഒരു സിമ്പിൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, പുല്ല് പറിക്കാൻ 2 പേരെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യാണ്, ഒരു സ്ത്രീ ഒരു പുരുഷനും. വൈകുന്നേരം ആകുമ്പോൾ സ്ത്രീക്ക് 500 രൂപയും പുരുഷന് 900 രൂപയും കൊടുക്കും. അതാണ് ലിംഗവിവേചനം എന്ന് പറയുന്നത്. അത് ശരിയല്ല. ഇതൊക്കെയാണ് ഈ പറയാൻ പോകുന്നത്. ദെൻ ഗ്ലോബലി ലോകമാസകലം. ഗ്ലോബ് എന്ന് പറഞ്ഞാൽ ലോകം. ഗ്ലോബലി വിമൻ ആർ പെയ്ഡ് ലോ. ലോകത്ത് എവിടെ ചെന്നാലും ഇത് തന്നെ പ്രശ്നം. ഗ്ലോബലി വിമൻ ആർ പെയ്ഡ് ലോ. വർക്ക് ഫോഴ്സ് ജോലിക്കാർ, ഒരു സ്ഥലത്തെ ജോലിക്കാർ. വർക്ക് ഫോഴ്സ് ഓഫ് ദ കോളേജ് ഹു the principal, teachers and non-teaching staff. They are the workforce of the college. അങ്ങനെ ഓരോ സ്ഥലത്തും ഇൻ കോളേജ് വീട്ടിലെ വർക്ക്ഫോഴ്സ് ആണ് ഫാദർ, മദർ ആൻഡ് എൽഡർ ബ്രദേഴ്സ് ആൻഡ് എൽഡർ സിസ്റ്റേഴ്സ്. അവരെല്ലാവരും കൂടെ കൂടിയാണ് ജോലി ചെയ്യുന്നത്. ജോലി ചെയ്യുന്ന ആളുകൾ എന്നുള്ളത് വർക്ക് ഫോഴ്സ്. നെക്സ്റ്റ് 3 quarters, 3/4, മുക്കാലെന്ന് പറയും. 3 quarters. They get only 3 quarters of the income. They earn. They means women tend to get stuck. One പ്രാവശ്യം കണ്ടു. Earn means സമ്പാദിക്കുക. ഏണിങ് ആൻഡ് ലേണിങ് കേട്ടിട്ടില്ലേ? ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, വലിയ സൂപ്പർ മാർക്കറ്റാണ്. അവിടെ വൈകുന്നേരം നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ കൊച്ചു ആമ്പിള്ളേർ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്, തമാശയൊക്കെ പറഞ്ഞാൽ. ഒരു പ്രാവശ്യം ഞാൻ ചോദിച്ചു, നിങ്ങളെന്ത് വലിയ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടോ? സാറേ ഞങ്ങൾ വൈകുന്നേരം ഈ ജോലിക്ക് വരും, പകൽ സമയത്ത് ഞങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുകയാണ്. അതാണ് ഏൺ ആൻഡ് ലേൺ. അവർ 2 മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ അവർക്ക് കുറച്ച് പൈസ കിട്ടും, അതുകൊണ്ട് അവർ ഫീസ് കൊടുക്കുന്നു. എക്കണോമിക്കലി ഇൻഡിപെൻഡൻസ് നമ്മളിത് കണ്ടിട്ടുള്ളതാണ്. അതായത് ഓക്യുപ്പേഷൻ ജോലി. ഹിസ് ഓക്യുപ്പേഷൻ ഈസ് ടീച്ചിങ്. അവൻ്റെ ജോലി എന്ന് പറയാൻ പഠിപ്പിക്കുകയാണ്. ദെൻ ബേസിക് പ്രിൻസിപ്പിൾ, ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ വളരെ അത്യാവശ്യം വേണ്ട ചില നിയമങ്ങൾ എന്നുള്ളതാണ്, ചില രീതികൾ. ബേസിക് നോം ഇൻ സൊസൈറ്റി ഈസ് യു ഷുഡ് ബേസിക് നോം ഈസ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. അതായത് തുല്യ ജോലിക്ക് തുല്യ വേതനം, അതാണ് ബേസിക് നോം. അതായിരിക്കണം. അതെ, ജോലിക്ക് തുല്യ വേതനം. മുമ്പ് ഞാൻ പറഞ്ഞില്ല പുല്ല് പറിക്കുന്നതായിരുന്നു. ഞാനൊരു എക്സാമ്പിൾ പറയാണ്. എലിമിനേറ്റ് നമ്മൾ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം എഴുതിയിരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ അത് 2 പ്രാവശ്യം ഇതിനകത്ത് വന്ന് കാണുക. Then gender gaps means gender gaps also we have seen gender gaps. ലിംഗവിവേചനം. പ്രൊമോട്ട് എന്ന് പറഞ്ഞാൽ ഉയർത്തുക. പ്രൊമോഷൻ കേട്ടിട്ടില്ല? നമ്മൾ 4ാം ക്ലാസ്സിൽ നിന്ന് 5ാം ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ കിട്ടി എന്ന് വെച്ചാൽ നമ്മൾ ഉയർത്തുകയാണ്. എന്നുവെച്ച് നമ്മളിങ്ങനെ പറയരുത്. എന്താ ഫ്ലാഗ് പ്രൊമോട്ട് എന്ന് പറയുന്നത്? ഫ്ലാഗ് കൊടി, നമ്മുടെ ഫ്ലാഗ് ഉയർത്തിയല്ലേ, അതിന് വി ആർ ഗോയിങ് ടു പ്രൊമോട്ട് ഫ്ലാഗ് എന്ന് പറയരുത്. അത് നമ്മൾ പണ്ടൊരു പഴഞ്ചനൊരു തമാശ ഉണ്ടല്ലോ, നിങ്ങൾ കേട്ട് മടുത്താണ്. അത് മലയാളത്തിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്ന് പറയും, അവൻ പശുവിനെ കെട്ടി. അപ്പം അതിന് തമാശ ആണെങ്കിലും നിങ്ങൾ കേട്ട് പരിചയമുള്ളതാണ് കേട്ടോ. എങ്കിലും ഞാൻ പറയാം, ഹി മാരീഡ് ദ കൗ എന്ന് പറയുന്ന പോലെയാണ്. അങ്ങനെ ഉപയോഗിച്ചേക്കരുത്. ഹി പ്രൊമോട്ടഡ് ദ ഫ്ലാഗ് എന്ന് പറയരുത്. ഹോയിസ്റ്റിംഗ് ദ ഫ്ലാഗ്, ഹോയിസ്റ്റ്. അങ്ങനെയാണ്. അതിന് പ്രത്യേക വാക്ക് വേറെയാണ്. എൻഷുർ എന്ന് പറയാൻ തീർച്ചയായില്ല.
You should ensure that you come here with a notebook, textbook. Ensure, തീർച്ചയായും. Inheritance പരമ്പരാഗതമായി ലഭിക്കേണ്ട സംഗതികളിൽ നിന്നാണ് ഇൻഹെറിറ്റൻസ്. ഉദാഹരണത്തിന് നമ്മുടെ അച്ഛന് 5 ഏക്കർ സ്ഥലം വന്നിരിക്കട്ടെ, 5 മക്കളാണെങ്കിൽ അവർക്ക് അവരുടെ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ഓരോ ഏക്കർ സ്ഥലമാണ്, പരമ്പരാഗതമായിട്ട് കിട്ടുന്നതാണ്. അതാണ് ഇൻഹെറിറ്റൻസ് ലോസ്. ഇങ്ങനെ പരമ്പരാഗതമായി വസ്തു കൈമാറുന്ന നിയമങ്ങൾ അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഡിസ്ക്രിമിനേറ്റ്, വിവേചനം. ഡോണ്ട് ഡിസ്ക്രിമിനേറ്റ് അഗൻസ്റ്റ് വിമൻ. ഒരു കാര്യം ചെയ്യുമ്പം സ്ത്രീകൾക്ക് എതിരായിട്ടുള്ള വിവേചനം പാടില്ല. പോളിസി, നയങ്ങൾ. പോളിസീസ് ഓഫ് ദ ഗവൺമെന്റിന്റെ നയങ്ങൾ. Policies of the government should be in favor of or in support of women. Policies of government should be in support of women. Access എളുപ്പത്തിൽ, for example, like some people, some officers or some people, we have easy access to them. അവരുടെ അടുത്തേക്ക് പോകാൻ എളുപ്പമാണ്, അവരെ കാണാൻ എളുപ്പമാണ്. അപ്പോൾ എളുപ്പത്തിൽ ഇടപെടുക എന്നാണ് ആക്സസ്. പ്രയാസമില്ലാതെ ഇടപെടാൻ പറ്റുന്നു. അങ്ങനെ ഒത്തിരി പേരില്ലേ. നമ്മുടെ ടീച്ചേഴ്സൊക്കെ ഈസി ആക്സസ്. ടീച്ചേഴ്സ് പറയാല്ലേ എപ്പം വേണമെങ്കിലും വന്നാൽ ഞാൻ സംശയങ്ങൾ തീർക്കാം. അതാണ് ഈസി ആക്സസ് എന്നുള്ളത്. ചില നമുക്ക് ആക്സസ് ഇല്ല. രാജാവാണെന്ന് ഇരിക്കട്ടെ, തോന്നുമ്പോൾ നമുക്ക് കയറി ചെല്ലാൻ പറ്റിയല്ല. നമുക്ക് അപ്പോയിൻമെൻറ്റ് വാങ്ങിക്കണം, പേരെഴുതി കൊടുക്കണം, അഡ്രസ്സ് കൊടുക്കണം. ഇപ്പോഴാണെങ്കിൽ കോവിഡ് ടെസ്റ്റ് കൊണ്ട് നടത്തണം, അല്ലാതെ ഒരു രക്ഷയില്ല. ശരിയല്ലേ? അതാണ് എൻ്റെ കാര്യം. പക്ഷേ ഈസി ആക്സസ്സാണ്. കോവിഡ് റെയിൽവേന്നൊന്നും ടീച്ചർമാർ നോക്കുന്നില്ല. അതാണ് ഈസി ആക്സസ്. പിന്നെ ക്രെഡിറ്റ്, ഈസി ആക്സസ് ടു ക്രെഡിറ്റ് എന്ന് വെച്ചാൽ ലോൺ എടുക്കാൻ, കടമെടുക്കാനുള്ള എളുപ്പമുണ്ടായിരിക്കും സ്ത്രീകൾക്ക്. ദെൻ ദേ ക്യാൻ ഈസിലി ബിക്കം എക്കണോമിക്കലി ഇൻഡിപെൻഡൻറ്റ്. ഇപ്പോൾ ഈ രണ്ടാമത്തെ പോയിന്റ് അതാണ്. First one is education, learning. Learning will help women to help themselves. രണ്ടാമതാണ് എക്കണോമിക് ഇൻഡിപെൻഡൻസ്. ഫോർ ദാറ്റ് വാട്ട് ഷുഡ് വി ഡു? മെയിൻ പോയിന്റ്സ് പറഞ്ഞാൽ ഇന്നത്തെ മെയിൻ പോയിന്റ്സ് ഇതിപ്പോൾ ആദ്യം ഒന്ന് വായിച്ചു, അവസാനം വീണ്ടും ഞാൻ വായിക്കാം. ബൈ ഡൂയിങ് വർക്ക് വിമൻ ക്യാൻ അച്ചീവ് ദർ ട്രൂ പൊട്ടൻഷ്യൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ് അല്ലേ? ഓർക്കുന്നില്ലേ? ട്രൂ പൊട്ടൻഷ്യൽ, അവൻ്റെ ഉൾക്കരുത്ത്, കഴിവുകൾ വികസിപ്പിക്കാൻ പറ്റുക. വിമൻ ഷുഡ് നോട്ട് ബി സാറ്റിസ്ഫൈഡ് ബൈ ഡൂയിങ് ലോ പെയ്ഡ്, ലോ സ്റ്റേറ്റസ്, ലോ സെക്യൂരിറ്റി ജോബ്സ്. ശമ്പളം കുറഞ്ഞ, സ്റ്റാറ്റസ് കുറഞ്ഞ, സ്റ്റേറ്റസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെവൽ, നമ്മുടെ അഭിമാനം കുറഞ്ഞ, സംരക്ഷണം കുറഞ്ഞ. അല്ലെ രാത്രിയിലൊക്കെ ജോലി ചെയ്യാൻ പറയാം, സംരക്ഷണമില്ല. അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഒരു കടയിൽ ജോലിക്ക് നിൽക്കുകയാണെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ അവർ പറയും പൊക്കോ, എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ പോകണ്ടേ? ഗവൺമെൻറ്റിലാണെങ്കിലോ സെക്യൂരിറ്റി ഉണ്ട്, അതാണ് ലോ സെക്യൂരിറ്റി ജോബ് എന്ന് പറയും. Then we have equal pay for equal work should be the basic principle. തുല്യ ജോലിക്ക് തുല്യ വേതനം, അത് വളരെ അത്യാവശ്യമാണ്. Gender gap should be eliminated. ലിംഗവിവേചനം ഇല്ലാതാക്കണം. ചേഞ്ച് ഓഫ് ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് പ്രോപ്പർട്ടി ഷുഡ് ബി മെയ്ഡ്. 2014 മുമ്പ്, 2014 ഇത് ഈ പ്രസംഗം അത് ഷീ ഈസ് മേക്കിംഗ് ഇൻ 2014, 2014. ഇപ്പം ആ കാലഘട്ടത്തിലൊക്കെ ഒരു പക്ഷേ സ്ത്രീകൾക്ക് പ്രോപ്പർട്ടി കിട്ടത്തില്ല. വസ്തു, അച്ഛൻ്റെ അമ്മയുടെയും വസ്തുവകകൾ ആൺകുട്ടികൾക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. പെൺകുട്ടികളോട് പറയും നിങ്ങളെ കല്യാണം കഴിച്ച് അയച്ചതല്ലേ, അതുകൊണ്ട് നിങ്ങൾക്കില്ല, ഇനി ഇവിടെ കിടക്കുന്ന വസ്തുക്കളെല്ലാം ഇവർക്ക് വേണ്ടിയാണെന്ന് പറയും. അതൊരു വിവേചനമാണ്. ഇപ്പം അതെല്ലാം മാറി. പ്രോപ്പർട്ടി റൈറ്റ്സ് ഉണ്ട്, നിയമങ്ങളുണ്ട് ഫോർ യുവർ പ്രോപ്പർട്ടി റൈറ്റ്സ്. ഇപ്പം നമ്മുടെ ഇവിടെയൊക്കെ ഇത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 2014 And then property should. Policy should help women to have good education,
ആൻഡ് ഹെൽത്ത് കെയർ. ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ഉണ്ടല്ലോ ഒരു സ്കോളർഷിപ്പ് ഉണ്ട്. ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളെങ്കിൽ, ഒരു അച്ഛനും അമ്മയ്ക്ക് ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളെങ്കിൽ ആ കുട്ടിക്ക് ഗവൺമെൻറ് സ്കോളർഷിപ്പ് കൊടുക്കും. എത്ര പഠിക്കണമെങ്കിൽ അത്രയും നാളത്തേക്കുള്ള സ്കോളർഷിപ്പ് ഉണ്ട്. അത് നല്ല കാര്യമില്ലേ? ആൻഡ് ദെൻ നമ്മുടെ ഇവിടുത്തെ കാര്യം പറയാം. ദെൻ ഹെൽത്ത് കെയർ, അവർക്ക് വേണ്ട സംരക്ഷണം, നമ്മൾ അവരുടെ സുസ്ഥിതി, അതായത് അവരുടെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെൽബീയിങ്, അതിനുള്ള ആരോഗ്യം സംരക്ഷിക്കണം. ആരോഗ്യ സംരക്ഷണത്തിനും വിദ്യാഭ്യാസത്തിനുമുള്ള റൈറ്റ് അവർക്ക് കൊടുക്കണം. അതാണ്. ആൻഡ് ദെൻ വിമൻ ഷുഡ് ബി ഗിവൺ ഈസി ലോൺ. ഇപ്പോൾ ബാങ്കിലൊക്കെ ചെന്നാൽ സ്ത്രീകൾ ചെല്ലുന്നു, ഒത്തിരി പ്രശ്നങ്ങളൊന്നുമില്ല, സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെ ചെറിയ ചെറിയ ജോലി ചെയ്യാനുള്ള. ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ ടി വിയിൽ ഞാൻ കണ്ട് 2 വനിതകൾ കുമരം അറിയാവുന്ന സ്ഥലമല്ലേ, ഫേമസ് ടൂറിസ്റ്റ് സെൻ്റർ. സോ അവിടെ 2 വനിതകൾ അവർ പറയുന്നത് അവർ ഫ്ലോട്ടിംഗ് ഫിഷ് സ്റ്റോൾ നടത്തുവാണ്. ഫ്ലോട്ടിംഗ് അതായത് വെള്ളത്തിൻ്റെ പൊങ്ങിക്കിടക്കും ഒരു മീൻ വിൽക്കുന്ന കട, ഫിഷ് സ്റ്റോൾ. അപ്പോൾ അവർ തന്നെ പറയാം 1 ലക്ഷം രൂപ ഞങ്ങൾക്ക് ലോൺ കിട്ടി, അതുകൊണ്ടാണ് ഞങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കുന്നത്. ആ ലോൺ ഈസി ആയിട്ട് കിട്ടുന്നു. അതുകൊണ്ട് അവർ 2 പേരും അവിടെ നിന്ന് മീൻ വാങ്ങിക്കുന്നു, വിൽക്കുന്നു, ലാഭം ഉണ്ടാക്കുന്നു. എക്കണോമിക് ഇൻഡിപെൻഡൻസ്, സോ ഈസി. ആൻഡ് ദെൻ ദസ് വിമൻ ക്യാൻ അച്ചീവ് എക്കണോമിക് ഇൻഡിപെൻഡൻസ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അവരുടെ ആരോഗ്യം സംരക്ഷിക്കണം, നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. ഇപ്പോൾ നയങ്ങളിൽ മാറ്റം വരുത്തണം, ഇപ്പോഴുള്ള നിയമങ്ങൾ മാറ്റണം. പ്രോപ്പർട്ടി അവർക്കും കൂടി കിട്ടണം. അവർ നല്ല ജോലിയിൽ ചെയ്യണം. അതായത് ലോ പേയിങ്, ലോ സെക്യൂരിറ്റി, ലോ സ്റ്റാറ്റസ് ജോലികൾ അവർ ചെയ്യരുത്. Instead of that, they should do highly paid jobs with a very high status in society. അതുപോലെ തന്നെ നല്ല സെക്യൂരിറ്റിയുള്ള ജോബായിരിക്കും. അല്ലാതെ 2 മാസം കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ പോകേണ്ട ആ ടൈപ്പ് ജോലി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയില്ല. എക്കണോമിക് ഇൻഡിപെൻഡൻസ്, സാമ്പത്തികമായിട്ടുള്ള ഒരു സാമ്പത്തികമായ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ ഫ്രീഡം അല്ലേ, ഫ്രീഡം ഉണ്ടാകണം. ആ സാമ്പത്തികമായിട്ടുള്ള ഒരു ഫ്രീഡം ഉണ്ടാകണമെങ്കിൽ എന്തൊക്കെ സംഭവിക്കണം, ഇതാണ് ക്രിസ്ത്യൻ ലഗാൽ ഈ സെക്ഷനിൽ പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ വാക്കുകൾ പഠിക്കണം. ഒന്നുകൂടെ ഫെസിലിറ്റി, കാരണം ഈ വാക്കുകളെല്ലാം വരാൻ പോകില്ല. ഫെസിലിറ്റി എളുപ്പപ്പെടുത്തുക, ഫ്ലറിഷ് സമൃദ്ധിയെ വളരുക, ടെൻഡ് ഗെറ്റ് സ്റ്റക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഉറച്ച് നിൽക്കാനുള്ള ടെൻഡൻസി, എലിമിനേറ്റ് ഇല്ലാതാക്കുക, ജെൻഡർ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ അറിയത്തില്ല, ഗ്യാപ്പ്. ദെൻ ലിംഗവിവേചനം പാടില്ല. ഗ്ലോബലി ലോകം ഒട്ടുക്കെ വർക്ക്ഫോഴ്സ് ജോലിക്കാരൻ 3/4 3/4 ടെൻഡ് ടു ഗെറ്റ് സ്റ്റക്ക്. ഓൾറെഡി നമ്മൾ പറഞ്ഞത് 2 പ്രാവശ്യം വന്നത്, ഒരു പക്ഷേ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും. ഏൺ എന്ന് പറഞ്ഞാൽ സമ്പാദിക്കുക, ഓക്യുപ്പേഷൻ ജോലി, ബേസിക് പ്രിൻസിപ്പിൾ എലിമിനേറ്റ് ഇല്ലാതാക്കുക, പ്രൊമോട്ട് ഉയർത്തുക, എൻഷ്യൂർ തീർച്ചയാക്കുക, ഇൻഹെറിറ്റൻസ് പരമ്പരാഗതമായിട്ട് ലഭിക്കുന്ന സംഗതികൾ, ഡിസ്ക്രിമിനേറ്റ് വിവേചനം, പോളിസി നയങ്ങൾ, ആക്സസ് ടു ക്രെഡിറ്റ് മീൻസ് എളുപ്പത്തിൽ കടം കിട്ടുക, കടമായിട്ട് പണം കിട്ടുക, അത്രയാണ്. ഇത് നമ്മൾ വായിക്കുന്ന ടെക്സ്റ്റ് വായിക്കും. നിങ്ങൾ ടെക്സ്റ്റ് നോക്കണം. ടെക്സ്റ്റ് നോക്കിയിട്ട് ഇതൊക്കെ ഈ ഐഡിയ ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ടെക്സ്റ്റ് വായിക്കുക. ഇംഗ്ലീഷിൽ വായിക്കും, അല്ല ഇംഗ്ലീഷിൽ വായിക്കാൻ പറ്റും, ഇംഗ്ലീഷ് ടെക്സ്റ്റ് അല്ല. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഇതിനകത്ത് മെയിൻ പോയിന്റ്സ് മാത്രം ഇങ്ങനെ പഠിച്ചുകൊണ്ട് അത് പകുതിയാവുന്നു. ഭാഷ കൂടെ പഠിക്കണം. ഭാഷ എങ്ങനെ പഠിക്കുന്നത്? ഈ പുതിയ വാക്കുകളെല്ലാം നിങ്ങൾ സ്വന്തമാക്കി പഠിച്ച് അർത്ഥം മനസ്സിലാക്കി സ്വന്തമായി ചെറിയ വാക്യങ്ങളിൽ പ്രയോഗിക്കണം. ഞങ്ങൾ സിമ്പിളല്ലേ, ടീച്ചർ ഫെസിലിറ്റേറ്റ്സ് ലേണിംഗ്, ഹിസ് ബിസിനസ് ഈസ് ഫ്ലറിഷിങ്. ചെറിയ വാക്കുകൾ, ചെറിയ സെൻറ്റൻസുകളൊക്കെ ഉണ്ടാക്കി അത് സ്വന്തമാക്കണം. മനസ്സിലായി? ഇനി ഗ്രാമർ ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്രാമറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ 307 ക്ലാസ്സുകൾ ഇംഗ്ലീഷ് ഗ്രാമറിനെ പറ്റി എടുത്ത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. നമുക്കത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. യൂട്യൂബിൽ
ഗ്രാമർ ട്യൂട്ടോറിയൽസ് അടിച്ചു കൊടുത്താൽ മതി. ഗ്രാമർ ട്യൂട്ടോറിയൽസ് ബൈ തോമസ് മാത്യു, പ്രൊഫസർ തോമസ് മാത്യു എന്ന് എഴുതി കൊടുത്താൽ നമുക്ക് ഈ ക്ലാസ്സുകളെല്ലാം ഇങ്ങനെ വരും. എല്ലാം നിങ്ങൾ ആക്റ്റീവ് പാസീവ്, പിന്നെ ടെൻസ് സിസ്റ്റം, ആർട്ടിക്കിൾസ്, പ്രോനൗൺ, അങ്ങനെ എല്ലാം. ഇപ്പോൾ പ്രിപ്പോസിഷൻ, നിങ്ങൾക്ക് വേണ്ട എല്ലാ സംഗതികളും അതിനകത്ത് ഉണ്ട്. 2 സെക്ഷനുണ്ട്. ഒന്ന് ഗ്രാമർ ട്യൂട്ടോറിയൽസ്, മറ്റേ ഗ്രാമർ സ്കൂൾ, രണ്ടായിട്ടുണ്ട്. രണ്ടും എൻ്റെ പേരടിച്ചു കൊടുത്തിട്ട് ഈ ഗ്രാമർ സ്കൂളിനോട് അടിച്ചു കൊടുത്തു. എൻ്റെ പേര് തോമസ് മാത്യു, പ്രൊഫസർ തോമസ് മാത്യു. അപ്പോൾ അങ്ങനെ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഇതെല്ലാം കാണാൻ പഠിക്കാം. കണ്ടീഷണൽ ക്ലോസസ്, സിമ്പിൾ സെൻറ്റൻസ്, കോംപ്ലക്സ് സെൻറ്റൻസ്, ഫ്രേസ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഫ്രേസ്, ഇങ്ങനെ എല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ പറയുകയാണെങ്കിൽ 307, 420 ക്ലാസ്സുകളുണ്ട്. അത് ആ സീരീസ് ഞാൻ തുടരും. കംപ്ലീറ്റ് ആയിട്ടില്ല, പക്ഷെ ആവശ്യത്തിനുള്ള ഡയറക്റ്റ്, ആക്റ്റീവ്, പാസീവ് എല്ലാം. അപ്പം നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഈസി ആയിട്ട് ആക്സസ് ചെയ്യും. ഈസി ആക്സസ് എന്ന് വെച്ചാൽ വെബ്സൈറ്റ് ഒന്നും അല്ല, ചുമ്മാ നിങ്ങൾ ഫ്രീ ആയിട്ട് ഇട്ടിരിക്കുക. അതുകൊണ്ട് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം, നിങ്ങൾക്ക് പഠിക്കാം. അല്ല, ശ്രമിച്ച് നോക്കെ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറയുക. Okay, so let's begin. If learning is just first step, labor is the second. From first step, learning will help women to help themselves. This is രണ്ടാമതാണ് ലേബർ. ഇന്ന് ഞാൻ ലേബറിനെ പറ്റിയാണ് പറയുന്നത്. ജോലി. ലേബർ ഫെസിലിറ്റേറ്റ്സ് വിമൻ, ഫെസിലിറ്റേറ്റ്സ്, എളുപ്പം, ടു ഫ്ലറിഷ്, സമൃദ്ധിയായിട്ട് വളരുക, ആൻഡ് അച്ചീവ് ദർ ട്രൂ പൊട്ടൻഷ്യൽ. സോ ലേബർ ക്യാൻ ഡു 2 things. One is they can flourish. Second is they can express their true potential. അവരുടെ യഥാർത്ഥ കഴിവ്, ഒളിഞ്ഞിരിക്കുന്ന കഴിവുകളെ വികസിപ്പിക്കാൻ പറ്റും. But at present, when women participate, കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായിരുന്നു, പങ്കാളി, participation now. Participate in the workforce. They too often, മിക്കപ്പോഴും എന്നുള്ളതാണ്, too often, നിങ്ങൾക്ക് അറിയാമല്ലോ, അതുകൊണ്ട് ഞാനത് എഴുതാൻ. Too often tend to get stuck. ഉണ്ടോ? അതിനകത്ത് ഉറച്ചു നിൽക്കുക, സ്റ്റക്കായി പോകുന്ന ഞാൻ പറയാം. മുമ്പ് ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇത് എഞ്ചിൻ സ്റ്റക്കായി പോയി, നിന്നുപോയി. അത് എന്ന് പറഞ്ഞ ടെൻഡ് ടു ഗെറ്റ് സ്റ്റക്ക്. ടെൻഡ് എന്ന് പറഞ്ഞാൽ അതിനൊരു ചായയുണ്ട്. അവിടെ നിന്ന് ഏതൊരു ജോലിയാണ്, ലോ പേയിങ്, ലോ സ്റ്റേറ്റസ് ആൻഡ് ലോ സെക്യൂരിറ്റി ജോബ്സ്. ഇപ്പോൾ ആദ്യം അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയ ജോലി ആയി കിട്ടും. ഇപ്പോൾ സ്ത്രീകൾ പറയും, ഇതൊക്കെ മാറി, എനിക്ക് വലിയ ജോലിയൊന്നും വേണ്ട. അപ്പം അങ്ങനെ പറയരുത്. ആരാ പറയുന്നത്? ക്രിസ്ത്യനിലാണ്. അല്ല, അങ്ങനെയൊന്നും പറയരുത്. ഗ്ലോബലി മീൻസ് വേൾഡ്, ലോകം മൊത്തം, അതാണ് ഗ്ലോബലി. Women earn only 3/4 as much as men, even with the same level of education and in the same occupation. The MA English Literature teacher ആയിട്ട് വർക്ക് ചെയ്യും. രണ്ടുപേർക്കും സെയിം ഓക്കുപ്പേഷനാണ്, സെയിം എഡ്യൂക്കേഷനുമാണ്, രണ്ടുപേർക്ക് MA ആണ്. പക്ഷേ ഇപ്പോഴല്ല കേട്ടോ, ഞാൻ പറഞ്ഞു 2014 അങ്ങനെയായിരിക്കും. സാറിന് 100 രൂപ കൊടുക്കുകയാണെങ്കിൽ ടീച്ചറിന് 75 രൂപ കൊടുക്കും. 25 കുറവ്. അതാണ് 3/4 എന്ന് പറയുന്നത്. അതെന്താ? അപ്പം എന്തുകൊണ്ട് അവരുടെ ഇൻകം കുറവായിരിക്കും. ഗ്ലോബലി അങ്ങനെയാണെന്നാണ് പറയുന്നത്, ലോകം മൊത്തം അങ്ങനെയാണെന്നാണ് പറയുന്നത്. കഷ്ടം അല്ലേ? ആൻഡ് സെയിം ഓക്കുപ്പേഷൻ, ഒരേ ജോലിക്ക് ഒരേ വിദ്യാഭ്യാസവും ഒരേ ജോലി ചെയ്യുന്നു, ഒരേ വിദ്യാഭ്യാസമുള്ള ജോലി, രണ്ടുപേർക്കും ഒരേ വിദ്യാഭ്യാസം, സെയിം എഡ്യൂക്കേഷൻ, സെയിം ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ, രണ്ടുപേരും ഒരേ ജോലി ചെയ്യുന്നു. പക്ഷെ സ്ത്രീകൾക്ക് കുറഞ്ഞ വേതനം കൊടുക്കും. ഷുവർലി വൺ ഓഫ് അവർ മോസ്റ്റ് ബേസിക് നോംസ് ഷുഡ് ബി ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. നമ്മുടെ ബേസിക് പ്രിൻസിപ്പിൾ, ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത പ്രിൻസിപ്പിൾ, ഒരു പോളിസി ആയിത്തീരണം എന്നതാണ്.
Equal pay for equal work. Important, very, very important. പരീക്ഷയ്ക്ക് ബേസിൽ ചോദ്യം ചെയ്യും, വാട്ട് യു മീൻ ബൈ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. അപ്പം നമുക്ക് പറയാമല്ലോ, ഒരേ ജോലിക്ക് ഒരേ വേതനം. വിത്തൗട്ട് ടേക്കിംഗ് showing any difference between men and women. If you show difference between men and women, what will happen? That is gender gap, and that should not be. That should be abolished. That should be eliminated. Recent researches, കുറെ നാൾ മുമ്പ് വരെയുള്ള ഗവേഷണങ്ങൾ, റിസർച്ച് എന്ന് പറഞ്ഞാൽ ഗവേഷണം നടത്തുക, പ്രത്യേകമായിട്ട് പഠിക്കുക, show that eliminating gender gaps in economic participation can bring an increase in per capita income. Per capita കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പ്രതിശീർഷ വരുമാനം. ശരിയല്ലേ? രണ്ടുപേർക്കും 100 രൂപയാണ്, തുല്യ വേതനമല്ലേ? അപ്പം രണ്ടുപേരും ഒരുപോലെ ഫ്ലറിഷ് ചെയ്യും, ഒരുപോലെ വളരും. ഇത് ഒരാൾക്ക് 70 മറ്റേ ആൾക്ക് 100 രൂപയ്ക്ക് കഴിയുമ്പോൾ എങ്ങനെ? സോ ഇഫ് യു ഡു ലൈക്ക് ദിസ്, the income, per capita income will not increase. ആരുടെ per capita income? സ്ത്രീകൾ. We can undoubtedly means without any doubt, ഒരു സംശയമില്ലാതെ, സംശയരഹിതമായി, അതാണ് undoubtedly. We can undoubtedly promote more opportunity for women in the workplace. നമ്മൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ, എങ്ങനെ? തുല്യ വേതനം കൊടുക്കുകയാണെങ്കിൽ സ്ത്രീകളുടെ ഓപ്പർച്യൂണിറ്റീസ് വളരെയധികം ഉയരും. അപ്പോൾ അവർക്ക് കൂടുതൽ പണം കിട്ടും. ഇറ്റ് ഈസ് ഓൾ അബൌട്ട്, നല്ലൊരു ഫ്രേസ് അത്, ഇറ്റ് ഈസ് ഓൾ അബൌട്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ ഞാൻ എഴുതിയിട്ടില്ലേ, ഇറ്റ് ഈസ് ഓൾ അബൌട്ട്, നല്ലൊരു ഫ്രേസാണ്. ഇവിടെ ഞാൻ 2 പ്രാവശ്യം അതിന് പകരം ഇതാണ് 10 wickets stuck, അതിന് പകരം നമുക്ക് ഇറ്റ് ഈസ് ഓൾ അബൌട്ട്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഓൾ അബൌട്ട്, മൊത്തത്തിൽ പറഞ്ഞാൽ അങ്ങനെയാണ്. മൊത്തത്തിൽ പറഞ്ഞാൽ സംഗതി ഇതാണ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ചേഞ്ചിങ് ലോസ്. ഞാൻ പറഞ്ഞു വരുന്നത് അല്ലാണ്ട് ഒന്നിച്ചിടുവാണെങ്കിൽ, ചേഞ്ചിങ് ലോസ്. വാട്ട് ലോസ്? ഫോർ എക്സാമ്പിൾ, ബൈ എൻഷുറിങ് ദാറ്റ് പ്രോപ്പർട്ടി, തീർച്ചപ്പെടുത്തുക, പ്രോപ്പർട്ടി ആൻഡ് ഇൻഹെറിറ്റൻസ് ലോസ് ഡു നോട്ട് discriminate, വിവേചനം against women. Property rights and inheritance rights. നിയമങ്ങൾ, വസ്തു സംബന്ധമായ നിയമങ്ങളും പരമ്പരാഗതമായി വസ്തുവകകൾ മാതാപിതാക്കളിൽ നിന്നും കിട്ടുന്ന നിയമങ്ങൾ, കിട്ടേണ്ട നിയമങ്ങൾ, ഈ നിയമങ്ങൾ രണ്ടും മാറണം. അല്ലേത് പറ്റി ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞില്ലേ, നമ്മുടെ പെൺകുട്ടികളോട് പറയും, നിങ്ങളെ കല്യാണം കഴിച്ച് നിങ്ങൾ പോയി, ഇങ്ങനെ പോയില്ല, അതാണ് സത്യം. കല്യാണം കഴിച്ച ആണുങ്ങളും കല്യാണം കഴിക്കുന്നില്ല, എന്നിട്ട് അവർ പോകുന്നില്ലല്ലോ. ഇപ്പം രണ്ടുപേരും അവിടെ ഉണ്ട്. ഇപ്പം നിയമനത്തിൽ മാറ്റം, നമ്മുടെ ഇവിടെ മാറ്റം വന്നു. ഓൾറെഡി വി ഹാവ് പ്രോപ്പർട്ടി റൈറ്റ്സ്. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ്സ് വാട്ട് ഷീ സേസ്. ഇറ്റ് ഓൾസോ മീൻസ് പോളിസീസ്. നിയമങ്ങൾ മാറണം, മാറ്റുവിൻ ചട്ടങ്ങളെ. അതാണ് പോളിസീസ്, നയങ്ങൾ മാറണം. So it also means policies that encourage education and health care. വിദ്യാഭ്യാസം, നല്ല വിദ്യാഭ്യാസം കിട്ടാൻ, ആരോഗ്യ സംരക്ഷണം കിട്ടാൻ ഉള്ള നയങ്ങളും മാറണം. നിയമം മാറണം, നയങ്ങൾ മാറണം. Moreover, we need to provide greater access to credit. Access to credit. ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ അർത്ഥം. പെട്ടെന്ന് ലോൺ കിട്ടണം. എക്സാമ്പിൾ മതി. കുമ്മനത്തെ 2 വനിതകൾ ഒരു ഫ്ലോട്ടിംഗ് ഫിഷ് സ്റ്റോൾ, STALL ഫിഷ് സ്റ്റോൾ നടത്തുന്നു. അവർ പറഞ്ഞ് ഞങ്ങൾക്ക് 1 ലക്ഷം രൂപ ഇങ്ങനെ ലോൺ കിട്ടി. അതുകൊണ്ട് എന്ത് വേണ്ടി ഒരു വർഷം കഴിയുമ്പോൾ അവർ വേറൊരു ഫിഷ് സ്റ്റോൾ കൂടെ തുടങ്ങും. അല്ലെങ്കിൽ അവർ കുറച്ച് സ്ഥലം വാങ്ങിച്ച് വീടൊക്കെ പണി. they will flourish. മനസ്സിലാവുന്നുണ്ടോ? So they have achieved greater economic independence. Economic independence വളരെ, സാമ്പത്തിക സ്വാതന്ത്ര്യം വളരെ ആവശ്യമാണ്. അല്ലെങ്കിൽ എല്ലാവരും നമ്മളിങ്ങനെ ചോദിക്കണം. അത് നമ്മുടെ
ഒരു ചെറുപ്പക്കാരാകുമ്പോൾ ഏണിങ് ആൻഡ് ലേണിങ് ഇപ്പോഴാണ് എന്തുമാത്രം അവസരങ്ങളാണ്. ജോലി ചെയ്തുകൊണ്ട് പഠിക്കാനുള്ള അവസരങ്ങൾ ആയിരക്കണക്കിനാണ്. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഒരു സൂപ്പർ മാർക്കറ്റിൽ രാത്രി 2 hours. The supermarket will be closed by 9. So they come there by 7 o'clock after their college. They start working. Working like counter, bill counter, cash counter. അത് 2 മണിക്കൂർ കഴിഞ്ഞ് അവർക്ക് അന്നത്തെ പൈസ അവർ പോയി. ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കാൻ, ബുക്ക് വാങ്ങിക്കാൻ, എല്ലാത്തിനും പൈസയായി. Economic independence. Very, very important. Alright. So here, now you look at this. Main points. By doing work, women can achieve their true potential. Point that simple. Women should not be satisfied by doing low paid, low status, low security jobs. Equal pay for equal work should be the basic principle. Gender gaps should be eliminated. Change of laws of inheritance and property should be made. Policies should help women to have good education and health care. Women should be given easy loan. Thus, women can achieve economic independence. A question can be asked like a paragraph question. Like, how can women achieve economic independence? Half a dozen points. You can write them, I am sure. ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്തെ പോയിന്റ്സ് കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ പോരാ, അത് പഠിക്കണം പരീക്ഷയ്ക്ക് വേണ്ടി. പക്ഷെ ഭാഷ കൂടെ പോകണം. ഈ വാക്കുകളെല്ലാം നമ്മുടെ സ്വന്തമാണ്. നമ്മൾ ഇന്നലെ പഠിച്ച 1-2 നല്ല ഫ്രേസ് ഇല്ലേ, നല്ല സ്റ്റാർ മാതിരിയുള്ള ഫ്രേസ് ഏതൊക്കെയാ? ഓപ്പൺ ദ ഡോർസ് ടു ഓപ്പർച്യൂണിറ്റീസ്, സിഗ്നിഫിക്കൻ്റ്ലി ഗ്രേറ്റ്, വെരി ഗ്രേറ്റ് എന്ന് പറയുന്നതിന് പകരം സിഗ്നിഫിക്കൻ്റ്ലി ഗ്രേറ്റ് എന്ന് പറയും അല്ലേ? പിന്നെ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? ഓർക്കുന്നില്ലേ? ഓപ്പൺ ദ ഡോർസ്. പിന്നെ ഒരു നല്ലൊരു ഫ്രേസ് പറയുമ്പോൾ പൊട്ടിച്ചെറിയണം എന്നൊക്കെ പറഞ്ഞു. ബ്രേക്ക് വാട്ട് ദ ഷാക്കിൾസ് ഓഫ് സ്ലേവറി. ഷാക്കിൾസ്, ചെയിൻ, അടിമത്തത്തിന്റെ ചങ്ങലകൾ പൊട്ടിക്കുക. ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് സ്ലേവറി. ഓപ്പൺ ദ ഡോർസ്. ഇന്നൊരു പുതിയത് നമ്മൾ പഠിച്ചില്ലായിരുന്ന, ഇന്ന് 2 പഠിച്ചു. ഒന്ന്, tend to get stuck in low paid jobs. അതുകൂടാതെ ഒരെണ്ണം കൂടെ ഞാൻ പഠിച്ചു, ഇവിടെ ചുമന്ന വശത്തിൽ എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഇസ് ഓൾ അബൌട്ട് ഒരു സമ്മിങ് അപ്പാണ്. നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് അവസാനം പറയാം. ഇറ്റ്സ് ഓൾ അബൌട്ട് ചാരിറ്റി. ഇപ്പോൾ ഒരാൾ പറയുകയാണ്, നിങ്ങൾ സ്നേഹിക്കണം, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം, കഷ്ടതയിൽ അനുഭവിക്കുന്നവരെ തേടി പിടിച്ച് അവർക്ക് സഹായം എത്തിക്കണം, മറ്റുള്ളവരോട് ദയ കാണിക്കണം, നമ്മുടെ അയൽവക്കത്ത് ആരെങ്കിലും വിഷമം അനുഭവിക്കുന്നുണ്ട് അവരെ കണ്ടുപിടിച്ച് അവർക്ക് സഹായിക്കണം. ഇതെല്ലാം പറയുന്നത് ലാസ്റ്റിൽ പറയാം. ഇറ്റ്സ് ഓൾ അബൌട്ട് ഡൂയിങ് വർക്ക്സ് ഓഫ് ചാരിറ്റി. കണ്ടോ? ഇറ്റ്സ് ഓൾ അബൌട്ട് ഡൂയിങ് ചാരിറ്റി. മനസ്സിലായത്? അതാണ് ഇറ്റ്സ് ഓൾ അബൌട്ട്. ഒരു പവർഫുൾ ഒരു എക്സ്പ്രഷൻ. അത് പഠിക്കണം. നമുക്ക് എന്തെങ്കിലും കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം ഇങ്ങനെ നിർത്തുന്നതിന് ഇറ്റ്സ് ഓൾ അബൌട്ട് ദാറ്റ്. സോ നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കി പഠിച്ച് നല്ല മിടുക്കലുമാണ്. അതിനാണ് നമ്മൾ രണ്ടുപേരും കൂടെ, നമ്മൾ രണ്ട് കൂട്ടരും കൂടെ കേട്ടോ പഠിക്കുന്നത്. അല്ല ഞാൻ തന്നെയല്ല. ഐ ആം ഓൺലി എ ഫെസിലിറ്റേറ്റർ. ഫെസിലിറ്റേറ്റർ എന്താ? എളുപ്പമാക്കുക. ടെക്സ്റ്റ് എടുത്ത് നേരെ അങ്ങ് വായിക്കുമ്പോൾ ഒരു പക്ഷേ അത് ബുദ്ധിമുട്ട് കാണും. പക്ഷെ ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് എളുപ്പമുള്ളതാണ്. സോ ദ ടീച്ചർ ഈസ് എ ഫെസിലിറ്റേറ്റർ. സംഗതികൾ എളുപ്പമാക്കി തരുന്ന ആളാണ് ടീച്ചർ. ശരിയല്ലേ? വെരി ഗുഡ്. നമ്മൾ ഇനിയും കാണാം. ഇതിൻ്റെ ബാക്കി പാഠം നാളെ നമ്മൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആയിരിക്കും നാളെ. ഈ വാക്കുകളെല്ലാം ഒന്നുകൂടെ നമുക്ക് പഠിക്കാം. അതിനുശേഷം ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ടാവും. Then after that we will go on to the next third part of this speech. First part is learning, second part is labor. Learning helps women to help themselves, and learning lays the foundations of all changes.
എല്ലാ മാറ്റങ്ങളുടെയും ഫൗണ്ടേഷൻ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് നമ്മളെ തന്നെ സഹായിക്കാം. എങ്ങനെ സഹായിക്കാം? വിദ്യാഭ്യാസമായി കഴിയുമ്പോൾ നമ്മൾ ജോലിയായി, ജോലിയാകുമ്പോൾ പണമായി, പണമാകുമ്പോൾ ഇൻഡിപെൻഡൻസ് ആയി. അപ്പം നമ്മൾ മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് മാറും. അതാണ് എൻ്റെ കാര്യം. ഇനി മൂന്നാമത്തെ ലീഡർഷിപ്പാണ്. അത് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. പ്ലസ് കീപ് സ്മൈലിങ്, സന്തോഷവാന്മാരായിട്ട്. ഇപ്പം കൊറോണ കാലമൊക്കെയാണ്, സാധ്യമില്ല, അതൊക്കെ മാറും. ഷെല്ലി, നിങ്ങൾ ഷെല്ലിയെ പറ്റി കേട്ടിട്ടില്ലേ? PB ഷെല്ലി. ഷെല്ലിയുടെ കവിത നിങ്ങൾ പഠിച്ചു കാണുമല്ലോ. അപ്പം ഷെല്ലി പറയുന്നുണ്ട് ഒരു കവിതയ്ക്കകത്ത്, ഇഫ് വിന്റർ കംസ് ക്യാൻ സ്പ്രിംഗ് ബി ഫാർ ബിഹൈൻഡ്. ഇഫ് വിന്റർ കംസ് ക്യാൻ സ്പ്രിംഗ് ബി ഫാർ ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ വിന്റർ സീസൺ ഒന്നും ഉണ്ടാക്കിയാത്തൊരു കാലമാണ് ഇങ്ങോട്ട് പോലെ. എല്ലാം ഇങ്ങനെ നരച്ച് നിൽക്കും. സ്നോ, ഭയങ്കര തണുപ്പൊക്കെയാണ്. അപ്പം ഒന്നും ഒരു ആക്ടിവിറ്റിക്കൊന്നും പറ്റിയ സമയമല്ല വിന്റർ സീസൺ. അപ്പം ഒരു വിഷമത്തിൻ്റെ കാലമാണ്. ഷെല്ലി പറയാണ്, ഈ വിഷമത്തിൻ്റെ കാലം കഴിഞ്ഞാൽ ഉടൻ വരാൻ പോകുന്ന സ്പ്രിംഗ് സീസണാണ് നല്ലത്. സ്പ്രിംഗ്, വസന്തകാലം വരുന്നു എന്ന് പറഞ്ഞാൽ കൊറോണ പോകും, നമ്മളെല്ലാവരും ഇനി സ്കൂളിലെത്തും, കൂട്ടുകാരുമായിട്ടൊക്കെ കൂടും, സാറന്മാരൊക്കെ ആയിട്ട് സംസാരിക്കും, അവർ കുറച്ചുകൂടെ വ്യക്തിപരമായ രീതിയിൽ നിങ്ങളെ പഠിപ്പിക്കും. ഇതൊക്കെ സംഭവിക്കും, ഒരു സംശയമില്ല. ഇഫ് വിന്റർ കംസ് ക്യാൻ സ്പ്രിംഗ് ബി ഫാർ ബിഹൈൻഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് തൽക്കാലം പിരിയാം. ഇനി കാണുന്നിടം വരെ ബൈ. ഹാവ് എ നൈസ് ഡേ. എൻജോയ് യുവർസെൽഫ്, സ്റ്റഡി and try to realize, achieve your true potential. Bye.